നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിലെ രാജാവായി വാണയാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്നാൽ അദ്ദേഹത്തെ പോലും കരയിച്ച ഒരു കർക്കശക്കാരനായ കോച്ച് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴേ കോച്ചിനെ കുറിച്ച് നിങ്ങൾക്കൊരു രൂപം കിട്ടിയിട്ടുണ്ടാവും ആളാരാണെന്ന്. ഏതായാലും ലൂക്ക മോഡ്രിച്ച് ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുകയാണ്. കൊറിയറെ ഡെല്ലാസറയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഈ തുറന്നു പറച്ചിൽ. അദ്ദേഹം പറയുന്നു, മൊറീഞ്ഞോയാണ് റയലിൽ ഞാൻ കണ്ട ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കോച്ച്. ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ലോക്കർ റൂമിലിട്ട് കരയിക്കുന്നത്. കളിക്കളത്തിലെല്ലാം നൽകുന്നവനാ ക്രിസ്ത്യാനോ. ആ ക്രിസ്ത്യാനോ പോലും കരയുന്ന തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഒരിക്കൽ ഒരു ഒപ്പോസിംഗ് ഫുൾ ബാക്കിന് വേണ്ട വിധത്തിൽ ചേസ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മൊറീഞ്ഞോ അന്ന് CR7 ചില കാര്യങ്ങൾ പറഞ്ഞത്. ഒടുവിൽ ക്രിസ്ത്യാനോ കരയുന്ന സ്ഥിതി വരെ ഉണ്ടായി. മൊറീഞ്ഞോ അങ്ങനെയാണ്, വളരെ ഡയറക്റ്റാണ് പ്ലെയേഴ്സിനോട്. പക്ഷേ അദ്ദേഹം ശരിക്കും സത്യസന്ധനായിട്ടുള്ള ആളുമാണ്. പറയാനുള്ളത് ശരിക്കും അങ്ങ് പറയും. ഇപ്പോൾ സെർജിയോ റാമോസിനെ ആണെങ്കിലും ഒരു പുതിയ പ്ലെയറെ ആണെങ്കിലും ഒരേപോലെ അദ്ദേഹം ട്രീറ്റ് ചെയ്യും. അതാണ് മൊറീഞ്ഞോയുടെ പ്രത്യേകത. എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കും ഹോസെ മൊറീഞ്ഞോ. എന്നെ സംബന്ധിച്ചിടത്തോളം മൊറീഞ്ഞോ സ്പെഷ്യലാണ്. ഒരു സ്പെഷ്യൽ കോച്ചും സ്പെഷ്യൽ പേഴ്സണുമാണ്. അദ്ദേഹമാണ് എന്നെ റയൽ മാഡ്രിഡിൽ എത്തിക്കാൻ പ്രധാനപ്പെട്ട റോള് വഹിച്ചത്. ഒരുപക്ഷെ മൊറീഞ്ഞോ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും റയൽ മാഡ്രിഡിൽ എത്തുമായിരുന്നില്ല. ഐ ആം സോറി, ഐ ഓൺലി ഹാഡ് ഹിം ഫോർ 1 സീസൺ എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഏതായാലും ഹോസെ മൊറീഞ്ഞോയോടുള്ള തൻ്റെ ഇഷ്ടമൊക്കെ ലൂക്ക മോഡ്രിച്ച് അവിടെ വെളിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈവൻ CR7 പോലും വരച്ച വരയിൽ നിർത്തിയവനാണ് മൊറീഞ്ഞോ എന്ന യാഥാർത്ഥ്യം കൂടി ഇവിടെ ലൂക്ക മോഡ്രിച്ച് വെളിപ്പെടുത്തുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.